സ്നേഹത്തോടെ ചാനൽ ആംനോസിലേക്കും ഷാരോൺ ടി വി പ്രേക്ഷകരിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം മുൻപെടുത്ത പാർട്ട് 1ൻ്റെ കണ്ടിന്യൂയായി പാർട്ട് 2 തിരുവെഴുത്തുകൾ എങ്ങനെ പഠിക്കാം, ഹൗ ടു സ്റ്റഡി ദ ബൈബിൾ, ഹൗ ടു ഇൻ്റർപ്രറ്റ് ദ ബൈബിൾ പാർട്ട് 2ലേക്ക് വീണ്ടും സ്വാഗതം. ദൈവം നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠനം ഭാഷയാണ് അതിൻ്റെ ഭാഗമായി എടുത്തു നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഷയിൽ വിവിധ ഭാഷകൾ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് ഹീബ്രുവോ ഗ്രീക്കോ ലാറ്റിനോ ഏതുമാകട്ടെ, അതിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ മുൻപ്, അതായത് ഷേക്സ്പിയറുടെ കാലം വരെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രത്യേകിച്ച് കുത്തും കോമയൊന്നുമില്ല, ഇതിങ്ങനെ തുടരുകയായിരുന്നു. എന്നാൽ ഷേക്സ്പിയറുടെ കാലത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്രാമയും പോയും ഒക്കെ പ്രസിദ്ധമായി തീർന്നപ്പോൾ അതിനോട് ചേർന്നാണ് ഭാഷയ്ക്ക് കുറേ വ്യതിയാനങ്ങൾ ആവിഷ്കരിച്ചതിൻ്റെ പേരാണ് നെക്ഡോട്ട്. നെക്ഡോക്ക് അത് ഉച്ചരിക്കുമ്പം കു ഉച്ചരിക്കുന്ന സൈലൻ്റ് ആണ്, നെക്ഡോട്ട് എന്നാണ് ഉച്ചരിക്കേണ്ടത്. അതിനർത്ഥം മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ഏകദേശം സിംഗുലറും പ്ലൂറലും ഒക്കെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ കുത്ത്, കോമ, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക്, അല്ലെങ്കിൽ അതിശോക്തി, ക്വസ്റ്റ്യൻ മാർക്ക്, ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷയിൽ കാലാകാലങ്ങളായി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗം 15-16 നൂറ്റാണ്ട് വരെ ഇല്ലായിരുന്നു. അതിൻ്റെ പേരാണ് നെക്ഡോട്ട്. നെക്കെന്ന് പറയുന്ന നെക്കല്ല കേട്ടോ, ഇത് ഭാഷയിൽ ഉപയോഗിക്കുന്ന. അപ്പോൾ ഭാഷയെ അലങ്കരിക്കാനും അതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെന്നാൽ, ആകയാൽ തുടങ്ങിയ ഓരോ സെൻറ്റൻസിൻ്റെ മുൻപിൽ ഉപയോഗിക്കുന്ന പദങ്ങളും അവയ്ക്ക് കൊടുക്കേണ്ട രചനയിൽ, എഴുത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈ നെക്ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ എഴുത്ത്, പുസ്തകം എഴുത്ത്, ആർട്ടിക്കിൾ എഴുത്തിലൊക്കെ ഇതൊക്കെ അത്യാവശ്യമാണ്. സംസാരത്തിൽ ഈ നെക്ഡോട്ടിന് ആവശ്യമില്ലെങ്കിലും ഞാനതിൻ്റെ കൂടെ ചേർന്ന് ഭാഷയും പഠനത്തിൻ്റെ ഭാഗമായി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഭാഷയിൽ ഇതെല്ലാം എഴുത്തിലും പഠിപ്പിക്കുന്നതിനകത്തും വരണം. ഭാഷയ്ക്ക് അതിൻ്റെതായ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ശുദ്ധമായ ഭാഷയാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ സാരാംശം ഇതാണ്. ഞാൻ ന്യായപ്രമാണത്തിൻ്റെ വള്ളിയും പുള്ളിയും എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഹീബ്രുവിലും ചുരുക്കം ചില ഭാഷകളിൽ വള്ളിയും പുള്ളിയും കുത്തും കോമയൊക്കെ കൃത്യമായി ചേർന്നില്ലെങ്കിൽ അതിൻ്റെ ആശയവും അർത്ഥവും വിപരീതാർത്ഥമായി തീരും. അത് എഴുതി കാണിക്കാം. അതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങൾ ഹീബ്രുവിലെ കാണിക്കാം, മലയാളത്തിലും പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ചില അർത്ഥത്തിന് വള്ളി ഇട്ടില്ലെങ്കിൽ, വള്ളം കൂജി ഇങ്ങനെ കുനിപ്പിടണം, വള്ളി, വള്ളം, വള്ളി ഒരേ പദത്തിൽ വള്ളി ഇടുമ്പോഴും ഇടാതിരിക്കുന്നതിൻ്റെ പോലെ തന്നെ എബ്രായ ഭാഷയിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭാഷയാണ് എബ്രായ ഭാഷ. അതിൽ ഹീബ്രുവിനും ഗ്രീക്കിനും മാത്രം ഉള്ളതെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഷയ്ക്കെല്ലാം സ്വനമുണ്ട്. ആലഫ്, ബെത്ത്, ഗിമൻ, ദലത്ത്, ഹേ, വൗ, സൈൻ, തേത്ത്, യോത്ത് തുടങ്ങി 22 അക്ഷരങ്ങളിൽ എല്ലാത്തിനും ആലഫ് അക്ഷരത്തിൻ്റെ, ഇംഗ്ലീഷിൽ പറഞ്ഞ ABCD, അതിന് ആൽഫബെറ്റ, ആൽഫ. ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരമാണ് ആൽഫ, രണ്ടാമത്തെ അക്ഷരമാണ് ബെറ്റ. അൽഫബറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരമാലാക്രമം എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇംഗ്ലീഷിലല്ല, അത് ഗ്രീക്ക് ഭാഷയുടെ സ്വനമാണ്. ആദ്യത്തെ അക്ഷരമാണ് ഗ്രീക്കിലെ ആൽഫ, ബെറ്റ. അൽഫബറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരമാലാക്രമം. മനസ്സിലായോ? അപ്പൊ ഇതിൻ്റെ ഭാഷ എവിടെ നിന്നാണെന്ന് അതിൻ്റെ ഉച്ചാരണം എന്ന് പറയണം. അതുപോലെ ലോകത്തിൽ പദങ്ങൾക്ക്, ഭാഷയുടെ പദങ്ങൾക്ക് സ്വരം അല്ലെങ്കിൽ സ്വനമുള്ളത് 2 ഭാഷയുള്ളൂ, ഒന്ന് ഹീബ്രുവും മറ്റൊന്ന് ഗ്രീക്കുമാണ്. അപ്പം ആലഫ് എന്ന ആദ്യത്തെ അക്ഷരത്തിന് കാള, ആലഫ്, ബെത്ത് വീട്, ബെത്ത് ഗിമൻ ഒട്ടകം, ദലത്ത്, ഇങ്ങനെ പോകുന്ന ഓരോ അക്ഷരത്തിനും പദമുണ്ട്. നമുക്ക് പദം, നമ്മുടെ പറയുന്ന പദങ്ങൾ
വീട്, ഒട്ടകം, ഇതിങ്ങനെ പറയുന്ന അക്ഷരങ്ങൾ ആ സ്വരം ഉള്ളതുപോലെ ആലഫ് എന്ന ഒറ്റ അക്ഷരം, ആദ്യത്തെ അക്ഷരത്തിന് തന്നെ ഇടത്ത് വള്ളിയിട്ടാൽ മറ്റൊരു അക്ഷരമാകും. അതിൻ്റെ വള്ളിയുടെ മുകളിൽ ഒരു കുത്തിട്ടാൽ വേറെ അക്ഷരമാകും. ആ വള്ളിയുടെ അടിയിൽ അകത്തിട്ടാൽ വേറെ അക്ഷരമാകും. മനസ്സിലായല്ലോ? ഇനി വലതുവശത്ത് വള്ളി ഇട്ടിട്ട് അകത്തൊരു കുത്തിട്ടാൽ അത് വേറെ അക്ഷരമാകും. അങ്ങനെ ബേസിക്കലി ആലഫ് എന്ന ഒരു അക്ഷരത്തെ വള്ളിയും പുള്ളിയിടുമ്പോൾ മറ്റ് പദങ്ങളും അക്ഷരവുമായി മാറുന്ന ഒരുതരം മാജിക്കൽ ലാംഗ്വേജ് ആണ് ഹീബ്രു. ഹീബ്രു ദൈവത്തിന്റെ ഭാഷ എന്നൊക്കെ എബ്രായർ യഹൂദന്മാർ പറയുന്നെങ്കിൽ ഞാൻ അതിനെ വിയോജിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു എപ്പിസോഡ് കൊടുത്തിട്ടുണ്ട്. ദൈവമല്ല ഭാഷയുണ്ടാക്കിയത്, ഭാഷയുണ്ടാക്കിയ മനുഷ്യനാണ്. മനുഷ്യനുണ്ടാക്കിയ ഭാഷയെ കലക്കിക്കളഞ്ഞതാണ് ദൈവമെങ്കിലും. അതുകൊണ്ട് ദൈവത്തിന്റെ ഭാഷ എന്നും പറഞ്ഞൊരു ഭാഷയില്ല, അത് മനുഷ്യനുണ്ടാക്കിയതാണ്. മനസ്സിലായെങ്കിൽ മനസ്സിലാവുകയും അംഗീകരിക്കുക നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഈ ഭാഷയുടെ മാജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ വ്യത്യസ്തമായതും ഏറ്റവും ചെറുതും ഏറ്റവും വ്യത്യസ്തമായൊരു ഭാഷയാണ് എബ്രായ ഭാഷ. ഈ എബ്രായ ഭാഷയാണ് പഴയ നിയമം എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വെറുതെ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ മൂലകൃതി നമുക്ക് വായിക്കാൻ മേല. മലയാളിയായി ജനിച്ച എനിക്ക് ഈ പ്രായം വരെ ആയിട്ടും അത്യാവശ്യം നന്നായിട്ട് വായിക്കുകയും പല ഗ്രന്ഥങ്ങൾ എഴുതുകയും പല ടോപ്പിക്കുകൾ എഴുതുകയും പല കാര്യമായിട്ട് ഇന്നും എനിക്ക് മലയാളം പൂർണ്ണമായിട്ടും അറിയില്ല. പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് മലയാളിയായ എനിക്ക് മലയാളം വൗവൽസ് ഒന്നും മുഴുവനും അറിയില്ല, തെറ്റിപ്പോകാറുണ്ട്. പിന്നീട് എഴുതുമ്പോൾ തിരുത്തും. അങ്ങനെയെങ്കിൽ ഒരു അന്യഭാഷ, വിദേശ ഭാഷ എങ്ങനെ മനസ്സിലാക്കും? അതുകൊണ്ട് ഞാനും മറ്റുള്ളവരും ബൈബിൾ വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അംഗീകരിക്കുന്നത് ഒറിജിനൽ ട്രാൻസ്ലേഷൻ, ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷിലുള്ളത് അതിനെ വായിച്ചിട്ടാണ്. അപ്പോൾ പല ബൈബിൾ വേർഷൻ, അതിൻ്റെ മലയാളം വേർഷൻ, ഇതൊക്കെ എടുത്ത് നിരന്തരം പരിശോധിച്ചിട്ടാണ് ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ കയ്യിലിരിക്കുന്ന ഒറ്റ ബൈബിൾ എടുത്തിട്ടാണ് പലരും പ്രസംഗിച്ച് അബദ്ധങ്ങളിൽ ചാടുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ മുമ്പൊരു എപ്പിസോഡ് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ പറയട്ടെ. വളരെ പ്രായമുള്ളതും വളരെ സീനിയറായ, വർഷങ്ങളായി പെന്തക്കോസ്റ്റ് സഭാ മേഖലയിലുള്ള കൺവെൻഷൻ പ്രസിഡന്റായിരിക്കുന്ന മനുഷ്യൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞ ആ അരുതായ്മ വളരെ എന്താ പറയുന്ന ദൈവവചനമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിലയിൽ യേശു ക്രിസ്തു, അതെ യേശു മുലപ്പാൽ കുടിച്ചില്ല. ഞാൻ ആ വിഷയം ഇതാക്കുന്നില്ല. അത് പിന്നീട് ഞാൻ ആ ഭാഗം വ്യാഖ്യാനത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ കേൾപ്പിക്കാം എന്താണെന്ന്. ഇത് പാലും പശുവും പാലും ഒന്നുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും തെറ്റിപ്പോയത് കാരണം ആ കോണ്ടക്സ്റ്റ് മാറിപ്പോയി. എന്താണ് അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഒന്നും തിരിച്ചറിയാതെ ശ്രദ്ധിക്കാതെ പരസ്യമായി വിളിച്ചു പറഞ്ഞതാണ് ദൈവനാമം ദുഷിക്കപ്പെടാനും പെന്തക്കോസുകാരെ കുറിച്ചുള്ള പണ്ടേ ദുർബലം ഇപ്പൊ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ പണ്ട് തന്നെ പെന്തക്കോസുകാരെ ആർക്കും ഇഷ്ടമല്ല. ഇപ്പോൾ ഈ കിരുളായപ്പോൾ ഇങ്ങനെ. അപ്പോൾ ദയവായി വിനീതമായ താഴ്മയോട് പറയട്ടെ, നിങ്ങൾ കൺവെൻഷൻ പ്രസംഗിക്കുകയോ എന്തിൽ പ്രസംഗിക്കുകയോ എന്ത് പിണ്ണാക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ഏത് എൻ്റെ ഒരു വിഷയമേ അല്ല. പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നെങ്കിൽ അല്പമെങ്കിലും ഒരു ആത്മാർത്ഥം വേണം. ഏത് തൊഴിലിനും അതിൻ്റെതായ ഒരു കമ്മിറ്റ്മെന്റ് വേണം. അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാതെ ഈ ഇടപാടിന് പോകാതെ വീട്ടിലിരിക്കരുതോ? എത്രയോ നല്ല നമുക്ക് നന്നായി പഠിപ്പിക്കാൻ കഴിവുള്ളവരുണ്ട്. ഇന്ന് പെന്തക്കോസ്തിന്റെ കുഴപ്പം തിരുവഴുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പ്രസംഗിച്ചു തന്നാൽ മതി. ഞങ്ങളുടെ ജനത്തെ ഒന്ന് ഇളക്കണം, ജനം തുള്ളിച്ചാടണം. അശക്തമായ ആരാധനയായിരുന്നു. ഇതിനെന്തിനാ പ്രസംഗത്തിന്റെ ആവശ്യം? എന്താ? ബൈബിളിന്റെ ആവശ്യമില്ലല്ലോ. ചെവി ഒട്ടുന്ന പോലെ കുറെ സംഗീതം നടത്തിയാൽ പോരെ. ഇതാണ് പെന്തക്കോസ്തിന്റെ അടിത്തറ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പം. അടിത്തറ ഇല്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ കുറ്റമായിട്ട് തന്നെ പറയട്ടെ, അല്പമെങ്കിലും വകതിരിവും ബോധത്തോടെ വാ. അതുകൊണ്ട് ഇപ്പൊ ബൈബിളിൽ പറയുന്ന എന്താ, എന്തിന്, എന്തുകൊണ്ടെന്നുള്ള, ആരോട്, എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള സ്വയം മനസ്സിലാക്കണം. അതാണ് ബൈബിൾ പഠനത്തിന്റെ പ്രത്യേകത. അത് നമ്മൾ പല കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഭാഷയിൽ, ഇംഗ്ലീഷിലും മലയാളം പല ഭാഷയിലും ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ
കർത്താവ് പറഞ്ഞ ഞാൻ ന്യായപ്രമാണത്തിന്റെ പള്ളിയും പുള്ളിയൊന്നല്ല, അത് എഴുതിയ തമ്പുരാൻ തന്നെയല്ലേ. അപ്പൊ അല്ലെങ്കിൽ യഹോവയായ ദൈവം എഴുതിയ ന്യായപ്രമാണത്തിന്റെ പള്ളിയും പുള്ളിയും പുത്രൻ വന്ന് തിരുത്തുമ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ? അപ്പം യഹോവയായ ദൈവം എഴുതിയത് ശരിയല്ലെന്നല്ലേ ഈ പറഞ്ഞതിന്റെ കാര്യം, സാരാംശം? അങ്ങനെ ചിന്തിച്ച തെറ്റുണ്ടോ? അങ്ങനെ അതിനെ പഠിപ്പിച്ച തെറ്റുണ്ടോ? പക്ഷെ അതല്ല, ന്യായപ്രമാണമല്ല, മനസ്സിലായോ? മറിച്ച് ആ എഴുതിയ ഭാഷയെ നിങ്ങൾ വികൃതമാക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ സാരാംശം. മടങ്ങി വരട്ടെ. അപ്പം ജീവിതത്തിൽ പ്രദർശിക്കപ്പെടുന്ന ബുദ്ധിയുടെയും സ്ഥിരവും നിശ്ചിതമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് ജിജ്ഞാസ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി. ജിജ്ഞാസ ഏതിനോട് ഒരു കാര്യം കാണുമ്പോൾ അതെന്താ, ഈ സംശയം, ജിജ്ഞാസയിൽ നിന്ന് സംശയമുണ്ടായി അതിങ്ങനെ സ്വയം ചിന്തിച്ച് ഈ സംശയങ്ങളാണ് എന്നെ ഒരു എഴുത്തുകാരനും അധ്യാപകനും ഒക്കെ ആക്കിയത്. അവിടെ ദൈവമക്കളെ, നിങ്ങൾ മാതാപിതാക്കൾ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചിന്തിക്കാൻ പഠിപ്പിക്കുക, ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുക. ഇതെങ്ങനെയാണ്, ഏതാണ്, എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുക, നിങ്ങളും സ്വയം ചോദിക്കുക. അപ്പം ജീവിതത്തിൻ്റെ സ്ഥിരതയിലൊന്നാണ് ജിജ്ഞാസ. ഇതുവരെ കേൾക്കാത്തൊരു കാര്യം കേൾക്കുമ്പോൾ അത് പുതുമയുള്ളതാണല്ലോ, അതെന്താണ്? അതാണ് തീത്തോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പുതുമയുള്ളത് അന്വേഷിക്കുന്ന ഗ്രീക്കരുടെ കാര്യം. കാരണം പൗലോസ് അത് അനുഭവത്തിൽ കൊണ്ട് നേരിട്ടതാണല്ലോ. 17-ാം അധ്യായത്തിൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അവർ പുതുമയുള്ളതിനെ, വ്യത്യസ്തമായ കാര്യങ്ങളെയും അന്വേഷിക്കുന്നവരാണ് ഗ്രേക്കർ. പക്ഷെ തീത്തോസിനോട് പറയുന്നത് ക്രേത്തർ സർവദാ അസത്യവാദികളും പെരുവയരന്മാരുമാണ്, നുണയന്മാരുമാണ്. ഇന്ന് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ചെറിയൊരു കാര്യത്തെ ഇലാബറേറ്റ് ചെയ്ത് പൊലിപ്പിച്ച് വലുതാക്കാൻ പറ്റും. അത് സത്യമാണോ മിഥ്യയാണെന്ന് അറിയില്ല, എവിടെയോ കണ്ടു, എവിടെയോ കേട്ടു. ഇന്നാണെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ എന്ത് കണ്ടതും കേട്ടതെല്ലാം കൂടെ പറഞ്ഞ് ചവറാക്കി. അതിനൊരു എന്താ പറയുക, ക്രെഡിബിലിറ്റി ഇല്ലാതായി. ഉള്ളത് ഞാൻ പറയട്ടെ, വിഷമം തോന്നരുത്, ഇന്ന് ബൈബിൾ പ്രസംഗത്തിന് ക്രെഡിബിലിറ്റി ഇല്ലാതായി. ഇതാ നേരത്തെ പറഞ്ഞ പാലും തേനിൻ്റെ ഒക്കെ കാര്യങ്ങൾ, ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയി. അവരന്മാരെ കൊണ്ട് ചവർ എന്ന് പറയുന്ന പെന്തക്കോസ്റ്റുകാരെ പൊതുവേദിയിൽ നിന്നും ഒഴിവാക്കാൻ കാരണം ഇതാണ്. അതുകൊണ്ട് പറയട്ടെ, നമുക്ക് ആവശ്യം ഒരു ജിജ്ഞാസ വേണം, ഒരു ക്യൂരിയോസിറ്റി. ഈ ജിജ്ഞാസ അറിവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുന്നു. ഒരു വ്യക്തിയെ, ആ വ്യക്തിയിൽ കൂടെ ആ വ്യക്തിയുടെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകനാണെങ്കിൽ ആ ജിജ്ഞാസയുള്ള അറിവ് തേടി പോകുന്നവൻ്റെ കൂട്ടത്തിൽ അവിടെയുള്ള വിശ്വാസികൾക്കും ചിന്തിക്കാൻ തോന്നുന്ന നിലയിൽ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ചിന്തയ്ക്ക് ചിന്തേരിട്ടും എനിക്ക് എടുക്കണം. ആശാരി ഈ ചീവിള് കൊണ്ട് മിനുക്കി ചീകിയെടുത്ത് അതിനെ പോളിഷ് ചെയ്ത് ഭംഗിയുള്ളത് വസ്തുവാക്കുന്നത് പോലെ നമ്മുടെ ചിന്തയ്ക്ക് ചിന്തേരിട്ട് മിനുക്കിയെടുക്കണം. പുതുമയുള്ളത് കണ്ണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് അത് അന്വേഷിച്ചിട്ട് സത്യം ഏതാണ്, വിധി ഏതാണ്, ന്യായമാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി അത് വീണ്ടും മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നമ്മളോടൊപ്പം 100 പേര് വന്നില്ല 10 പേരെങ്കിലും വരികയില്ലേ. അങ്ങനെ നമ്മൾ പുതിയൊരു മേഖലയിലേക്ക്, അറിവിൻ്റെ മേഖലയിലേക്ക് വ്യക്തികളെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടെയും അനേക കാര്യങ്ങൾ നമ്മൾ വായിച്ചാൽ കിട്ടും. അതിലൊരു കാര്യം, കൊച്ചു കാര്യം കുട്ടികളോടുകൂടെ പറയട്ടെ, മുതിർന്നവരും കേൾക്കുക. ജോർജ് സ്റ്റീഫൻസൺ എന്ന് പറയുന്ന കൊച്ചു പയ്യൻ തൻ്റെ വീട്ടിൽ അമ്മ പാചകം ചെയ്യുന്ന ആ ഭക്ഷണ സമയത്ത് നീരാവി കൊണ്ട് പാത്രത്തിൻ്റെ മൂടി പൊങ്ങുന്ന കണ്ടിട്ടാണ് ചിന്തേറിട്ടിട്ട് അവസാനം ആവിയന്ത്രം കണ്ടുപിടിച്ചതും. അത് ബ്രിട്ടനിൽ പിന്നീട് കുതിരവണ്ടിക്കായി, പിന്നെ ട്രെയിനായി, അങ്ങനെ ഏതെല്ലാം തരത്തിൽ ആധുനിക മനുഷ്യൻ്റെ ബിസിനസ്സിനും മറ്റ് ടെക്നിക്കിലൊക്കെ വളരാൻ ഇടയാക്കിയതിലൊന്നാണ് ഈ പറഞ്ഞ ജോർജ് സ്റ്റീഫൻസൺ. നമ്മളെന്തുകൊണ്ടാണ്, ഞാനും നിങ്ങളും കണ്ടിട്ടില്ലേ, നമ്മളെന്തുകൊണ്ടാണ് ചിന്തിക്കാഞ്ഞേ? ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തനമാണ്, ക്ഷമിക്കുക. അപ്പോൾ ഈ ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിന് മുമ്പും ആ നാട്ടിൽ ആപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഐസക് ന്യൂട്ടന്റെ തലയിൽ ഒന്ന് വീണപ്പോഴാണ് ഗ്രാവിറ്റിയെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് അക്കാലത്തുള്ള തനിക്ക് മുമ്പുള്ള തലമുറ ചിന്തിക്കാഞ്ഞത്? അപ്പോൾ നാം കാണുകയും കേൾക്കുകയും കാര്യങ്ങളെ ആത്മാർത്ഥമായി ചിന്തിച്ച് അറിവ് പോയി പോകുമ്പോൾ ആ ജിജ്ഞാസയിൽ നിന്നാണ് പുതിയ അറിവിന്റെ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതും നമ്മൾ നിമിത്തം
മറ്റുള്ളവരെ കൊണ്ടുപോകാനും ഇടവരുന്നത്. അങ്ങനെയാണെന്ന് മറക്കരുത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് മറക്കരുത്. എൻ്റെ രണ്ടാം പാട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തിരുവെഴുത്തുകൾ എങ്ങനെ പഠിക്കാം, എങ്ങനെ വ്യാഖ്യാനിക്കാം. ദൈവം നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക.